അസ്സലാമലൈക്കും. ഇന്ന് ഗോതമ്പ് ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ടപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. എപ്പോഴും ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ റെഡി ആവാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെയും കുഴഞ്ഞും കൊണ്ട് ഇങ്ങനെ ഉരുണ്ട് ചട്ടിയിൽ പരത്തുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും അതേപോലെ ചട്ടിയിൽ ഇങ്ങനെ ഉരുണ്ടിട്ടൊക്കെ വരും കേട്ടോ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ ഈ ഓയിൽ ഒഴിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം എനിക്കത് നേരെ കിട്ടുന്നുണ്ട് കേട്ടോ. പരത്തിയാൽ ഞാനൊരു സ്പൂൺ ഓയിലും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിലാട്ടോ ഉപയോഗിക്കുക. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ദോശക്കല്ല് വെക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടാവരുത്. ചൂടായി കഴിഞ്ഞാൽ ദോശയൊക്കെ കൂടി ഉരുണ്ട് വരും. അപ്പോൾ ഒരു പാകത്തിനുള്ള ചൂടാട്ടോ പറ്റുള്ളൂ. എപ്പോഴും സ്റ്റൗ ഒന്ന് കുറച്ച് തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു ടേസ്റ്റും ശരിയാവും ചെയ്യണമെങ്കിൽ, ടേസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് നന്നായിട്ട് സമയമെടുത്ത് ചെയ്യാൻ കേട്ടോ. എളുപ്പമാവണം വിചാരിച്ചിട്ട് തീ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശയൊന്നും റെഡി ആവില്ല. അതാ കണ്ടില്ലേ, നൈസായിട്ടുള്ള ദോശ ഇട്ട് രണ്ട് പുറം മുറിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വേവാത്ത പോലെ ഉണ്ടാവും. നല്ല കനത്തിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ ഉള്ളു വെന്തിട്ടില്ല എന്നൊരു കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ശരിയാവാത്തവർ കേട്ടോ, ശരിയാവണവരും ഉണ്ടാവും, ശരിയാവാത്തവരും ഉണ്ടാവും. ഞാനൊരു കുറച്ച് ഓയിൽ ഒഴിച്ചുകൊണ്ടാട്ടോ ഇത് നേരെ കിട്ടുന്നത്. പിന്നെ സ്റ്റൗ നന്നായിട്ട് ചൂടാവാനേക്കാതെ കുറച്ച് സ്പീഡിൽ കത്തിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രേനെ ഉള്ളൂ കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ഉണ്ടാക്കിയിട്ടൊക്കെ പിന്നെ രാവിലെ എണീച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഭ്രാന്ത് പിടിക്കൽ. അപ്പോൾ ഇതൊക്കെ ശരിയാവാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാൻ മതി കേട്ടോ. നന്നായിട്ട് കിട്ടും, ചെറിയ കനത്തിൽ കിട്ടും കേട്ടോ. ഇത്രയ്ക്ക് തന്നെ ഉള്ളു വീഡിയോ. ഞാനൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ എണ്ണ ഒഴിക്കാൻ നേരത്താട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഇത് ശരിയാവാത്തവരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നതാണ്. ശരി, അസ്സലാമു അലൈക്കും.